ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ പ്രൂഫ്സ് ഓഫ് അഹ്ലുസുന്നയിൽ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. അവിടെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഒരു അനക്കും കൂറ്റും വീപ്പൊന്നുമില്ല. അപ്പൊ ഇവിടെ ചിലർ കണ്ടപ്പോ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയാം. അതായത് സൂറത്ത് മാഇദ 55 വ്യാഖ്യാനത്തില് ജീവിതകാലത്തേക്ക് മാത്രമേ ആ വലിയ എന്നുള്ള പദം ബാധകമാവുകയുള്ളൂ എന്നുള്ളൊരു തഫ്സീർ സുഹൈൽ യൂസഫ് കൊണ്ടുവന്ന് കണ്ടു. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞു തരണം. കാരണം പ്രൂഫ്സ് ഓഫ് അഹ്ലുസുന്നയിൽ ആരെയും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ചർച്ച നടക്കുകയാണ് സുഹൈൽ യൂസഫുമായിട്ട്. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തെളിവ് തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഗ്രൂപ്പില് വഹാബി മുനാഫിഖുകള് ഉണ്ട്. ഒരു വിരലിലുണ്ടാവുന്ന പേരായിരിക്കാം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഈ ഗ്രൂപ്പില് വിട്ട വോയിസ് ആണ് മൊത്തം വഹാബി ഗ്രൂപ്പുകളിലേക്ക് പാസ് ചെയ്യപ്പെട്ടത്. ഏതായാലും അതിനൊരു കാര്യം വ്യക്തമായി. നമ്മുടെ സംശയ നിവാരണ ഗ്രൂപ്പിൽ നമ്മുടെ ഉസ്താദുമാരെ കബളിപ്പിച്ചുകൊണ്ട് ചിലർ സുന്നി ലേബലിൽ ചില മുനാഫിക്കുകൾ കയറിപ്പറ്റിയിട്ടുണ്ട്. അവരെ ശരിക്കും മനസ്സിലാക്കി അവരെ എടുത്ത് പുറത്തിടാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ചർച്ചയ്ക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഉദ്ദേശം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുന്നത് മുടക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹോബി. അത് എന്റെ എല്ലാ പ്രിയപ്പെട്ട ഉസ്താദുമാരും മനസ്സിലാക്കുക. ഞാനിത് പറയാൻ കാരണം, മുകളില് ചില ഗ്രൂപ്പ് മെമ്പേഴ്സ് ചോദിച്ചു ഇതില് മുജാഹിദുകൾ ഉണ്ടോ എന്ന്. അപ്പോ ഒരു ഉസ്താദ് ആരോ മറുപടി പറയുന്നത് കേട്ടു ഇല്ല എന്ന്. അത് അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. ഇതിൽ സുന്നി ആദർശക്കാരനാണെന്ന വ്യാജേന ചില വഹാബി മുനാഫിഖുകൾ കയറിക്കൂടിയിട്ടുണ്ട്. ചില കപടന്മാർ നമ്മള് പറയുന്ന കാര്യങ്ങൾ അവര് പരിഹാസ്യ രൂപേണ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇവരുടെ പതിവ്. ഇവരുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാല് നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങള്, മറ്റുള്ള മസാലകള്, ഇതിലൊക്കെ പരിഹാസ്യം കലർത്തി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇത് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നൊരു ഹോബി. ഏതായാലും അത് അവർ ചെയ്യുന്നത് നമുക്ക് ഗുണകരമാണ്. നമുക്ക് ആഖിറത്തില് നമ്മുടെ ഹിസാബിന്റെ സമയത്ത് നമ്മുടെ ദോഷങ്ങൾ ഒരു പക്ഷേ അവരിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇതിലുള്ള വഹാബി കപടന്മാരോട് ഞാൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പണി തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഞങ്ങളുടെ ദോഷങ്ങൾ പരമാവധി ലഘൂകരിച്ച് കിട്ടാൻ നിങ്ങൾ സഹായകമാകുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ അത്തരം ചിന്തയോടെ ഇതിൽ നിൽക്കുന്ന കപടന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വോയിസുകൾ ഇട്ട് പരിഹസിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. അല്ലാതെ ആശയപരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തൊരിയൂരി കാണിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ആശയപാപരത്വവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷ നിങ്ങൾ വെച്ചു പുലർത്തേണ്ടതില്ല. അതിനുവേണ്ടി രാവളക്കുവോളം ഉറക്കവളച്ചിരുന്ന് ഈ ഗ്രൂപ്പ് മലീമസമാക്കേണ്ടതും ഇല്ല. ഞാൻ ഈ വിഷയം സംശയ നിവാരണ ഗ്രൂപ്പിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാനത് പ്രൂഫ് ഓഫ് അഹ്ലുസുന്നയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സംശയം ഉസ്താദന്മാരോട് ഷെയർ ചെയ്തപ്പോ അവിടെ ആരും ഇല്ലാതിരുന്നപ്പോ ഇവിടെ കുറച്ച് ചിലർ ആക്റ്റീവായി കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചോദിച്ചത്, ആരെങ്കിലും മറുപടി കിട്ടിയാലോ എന്ന് കരുതി. അപ്പോ അങ്ങനെയാണ് ഇത് വഹാബികള് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് കൈമാറിയത്. അതിന്റെ ആ വീഡിയോ ഞാൻ വോയിസായി ഇട്ടത് അവർ വീഡിയോ രൂപത്തിലാക്കിയത് ഞാൻ ഒന്നും കൂടി ഇവിടെ പോസ്റ്റാം. ഉസ്താദന്മാർ ക്ഷമിക്കുക, ഇത് ഇവിടെ പോസ്റ്റ് െന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയും.